ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുലജ കൂടി ടെലിഫോൺ ലൈൻ. ശ്രീ സുലജ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കുടുംബത്തിന് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയുമോ? ദാരുണമായിട്ടൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കൈതപ്പുറന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ രണ്ട് ആൾക്കാർ തമ്മിൽ വ്യക്തിവൈരാഗ്യമാണ് എന്താ കാരണം എന്നുള്ളത് അറിയില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് കുടുംബങ്ങളെ അറിയില്ല. ഈ രാധാകൃഷ്ണനെ അറിയാം, മറ്റുള്ളവരുടെ വീട്ടിലുള്ള ഒരാളല്ല. അയാളെ എനിക്ക് പരിചയമുള്ള ഒരാളല്ല. രാധാകൃഷ്ണന് നല്ല പരിചയമുള്ളതാണ്. കുടുംബം നല്ല നല്ല കുടുംബമാണ്. എന്തായാലും അവിടെ സംബന്ധിച്ചിട്ട് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണിത്. അതുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ഈ കുടുംബം ഇത്തരത്തിലൊരു സൗഹൃദത്തിൻ്റെ പേരിൽ ഉള്ളൊരു വ്യക്തി വൈരാഗ്യം എന്നാണ് ഇതുവരെ ഉള്ളൊരു നിഗമനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ പ്രദേശവാസികൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിന് മുൻപും സംഭവിച്ചതായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? അതിൽ കൂടുതലായി പ്രദേശവാസികൾക്കൊന്നും അറിയില്ല. ഇവർ തമ്മിൽ സൗഹൃദത്തിലാണെന്നുള്ള കാര്യമേ അറിയുള്ളൂ. മറ്റെന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പോലീസ് ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരം എങ്ങനെയാണ് താങ്കൾക്ക് ലഭിക്കുന്നത്? പോലീസിൽ നിന്ന് ലഭിച്ചത് ഇത് തന്നെയാണ്. അവർ തമ്മിലുള്ള വിദ്വേഷമായിരിക്കാം കാരണം എന്ന രീതിയിൽ അത് വ്യക്തമായി പോലീസിന് വന്നില്ല, വിവരം വന്നിട്ടില്ല. ശരി, പഞ്ചായത്ത് പ്രസിഡന്റ് സുലജയാണ് പ്രതികരിച്ചത്. വളരെ നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.